ഇന്ന് നമുക്ക് മുട്ടയും മൈദയൊന്നും ചേർക്കാതെ ചിക്കൻ മഞ്ചൂരിയൻ്റെ അതേ രുചിയിൽ തന്നെ ചക്ക മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു ചെറിയ സൈസ് ഇടിച്ചക്കയുടെ പകുതി ഭാഗം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇതുപോലെ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, 1 ടീസ്പൂൺ റവയും, 1/4 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം പൊടിച്ചതും, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിക്കാൻ മറക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കനത്തിലുള്ള നല്ല കട്ടിക്കുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് ഈ മാവിനെ നമുക്ക് എടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ പീസുകളെല്ലാം ഇട്ട് നല്ലോണം കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാൻ മറക്കരുത്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായുമ്പോൾ അത് ഓയിൽ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് ക്രിസ്പായിട്ടും എന്നാൽ ഉള്ളിൽ നന്നായി വെന്തും കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് തന്നെ നമ്മൾ നിന്നത് മൊരിയിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൊരിയിച്ചെടുക്കുന്ന പോലെ തന്നെ അതേ ക്ഷമയോട് കൂടിയിട്ട് തന്നെ ഇതും നമ്മൾക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായി കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് അതെല്ലാം വെന്ത് വന്നതിന് ശേഷം കുറച്ചൊരു മൊരിച്ചിലൊക്കെ ഒന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നല്ല ക്രിസ്പായിട്ട് തന്നെ മൊരിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഈ ക്രിസ്പിനെസ്സിനോട് കൂടിയിട്ട് തന്നെ നമുക്കിത് മൊരിയിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ക്രിസ്പാക്കി എടുത്ത ചക്ക പീസസ് എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ഓയിൽ തന്നെ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ നമ്മുടെ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഒപ്പം നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ സോയാ സോസും 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കലക്കി കട്ടയൊന്നുമില്ലാതെ കലക്കി നമുക്ക് അവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് നല്ല പൊടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടി അരിഞ്ഞിട്ട് കൊടുക്കാം. 5 വെളുത്തുള്ളി പൊടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ചെറിയ സൈസ് സവാള ഡൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി കിട്ടിയാൽ ചില്ലി പരിവായാൽ മാത്രം മതി. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പൊടിച്ച മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1/4 ടീസ്പൂൺ ജീരകം പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ കുരുവെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ തൊലി മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കഷ്ണം നീളനെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. അത് 5 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചക്ക ഫ്രൈ ചെയ്തതും പൊടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടെ തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അടിപൊളി കിടിലൻ ടേസ്റ്റുള്ള ഒരു ചക്ക മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.